കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് നമുക്കൊന്നിച്ച് ആയിരിക്കാൻ കർത്താവ് അനുവദിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കെപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ല ഇത്. കാരണം പലപ്പോഴും തങ്കുബ്രദർ ലോകരാജ്യങ്ങളിൽ ഇങ്ങനെ കർത്താവിനെ അറിയിച്ച് നടക്കുകയായിരുന്നു. തങ്കുബ്രദറിനെ ഞങ്ങൾക്ക് ഒന്നിച്ച് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടൊരു സമയം കിട്ടി. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, നിങ്ങൾ ലക്ഷക്കണക്കിന് പേർ ഞങ്ങളോടൊപ്പം ഉണ്ട്. യേശുവിനെ ഉയർത്തിയ കഴിഞ്ഞ നാളുകളിലെ എല്ലാ ശുശ്രൂഷയിലും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അനുഗ്രഹം ഓരോ മീറ്റിങ്ങിലും ഓരോ പ്രാവശ്യം നമ്മൾ സ്റ്റേജിൽ കയറുമ്പം നമ്മുടെ പിന്നിൽ ഇങ്ങനെ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രാർത്ഥിക്കുന്നു എന്നുള്ള ബോൾനെസ്, ഒരു സ്പെഷ്യൽ ബോൾനെസ് ആണ്. വേറെ ഒരു സുവിശേഷകനും ഇല്ലാത്തൊരു ദൈവത്തിൻ്റെ ഒരു ദാനമാണ്, പ്രിവിലേജ്. യെസ്, കർത്താവ് തന്നിരിക്കുന്നതിന് നന്ദി. ഈ ദിവസങ്ങളിൽ, ഈ മാസങ്ങളിലെല്ലാം ഒരു ദിവസം പോലും ഇല്ലാതെ തോമസ് ബ്രദർ പട്ടണം തോറും ടി വി പ്രേക്ഷക മീറ്റിംഗിലൂടെ, വാസ്തവത്തിൽ ടി വി പ്രേക്ഷക മീറ്റിലൂടെ എനിക്ക് തോന്നുന്നത് ആയിരക്കണക്കിന് ആൾക്കാരെ യേശുവിനെ സ്വീകരിക്കുകയും സൗഖ്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ മേലാത്ത ഒരു മാഗ്നിറ്റ്യൂഡിലേക്ക്. അതുപോലെ തങ്കുബ്രദർ നമ്മുടെ ടി വി പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ടിരുന്നപ്പം നടന്ന സൗഖ്യങ്ങൾ പലതും നമുക്കറിയത്തില്ല, കേട്ടിട്ട് പോലുമില്ല. എന്തിനാ ഇപ്പോൾ നമ്മുടെ വെല്ലി ഫീസ്റ്റ് വർഷിപ്പുകളിൽ വന്ന് ആരാധിക്കുന്ന ചിലരുടെ 3-4 വർഷം മുമ്പ് നടന്ന ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ദൈവം എന്തായി സംഭവിച്ചതെന്ന് ഓർത്തു. കർത്താവ് ഒരു അൺയൂഷ്വൽ ഫേവറോടെ ഓരോ കാര്യം നടപ്പിലാക്കുമ്പോൾ ഹൃദയത്തിൽ ആനന്ദമാണ്, സന്തോഷമാണ്. ഒരു കാര്യം തോമസ് ബ്രദർ, എനിക്ക് തോന്നുന്നത് ഇത് ഈ പലരും വിശ്വാസത്തിൽ വന്നിട്ട് സന്തോഷമില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവർ ആത്മാക്കളെ നേടാൻ പോകാത്തതുകൊണ്ട്. പലരും പ്രതിസന്ധിയിലിരിക്കുന്നവരും, ഞാനൊക്കെ ഓർക്കുന്നതേ, ഈ പ്രശ്നമൊക്കെ തീർന്നിട്ടാകട്ടെ കർത്താവിൻ്റെ വേല ചെയ്യാവുന്ന ഒരു എല്ലാം ശരിയാകുവാണെങ്കിൽ. പക്ഷേ അങ്ങനെയല്ല. ഞങ്ങളൊക്കെ പ്രതിസന്ധിയിലായിരുന്നപ്പം എനിക്കറിയാം, ഞാൻ പ്രതിസന്ധിയിൽ ആയിരിക്കുമ്പോൾ എന്നെക്കാളും വലിയ പ്രശ്നക്കാരൻ എന്നെ വിളിച്ച് പറയുമ്പോൾ ഞാൻ അയാളുടെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ എനിക്ക് ആശ്വാസമായി. തികച്ചും അത് തങ്കുബ്രദർ പറഞ്ഞ ഒരു റിയൽ കാര്യമാണ്. അതെ, അങ്ങനെ തന്നെയാണ്. നമുക്ക് മറ്റുള്ളവരോട് പറയുമ്പോഴാണ് നമുക്ക് ആശ്വാസം. അതെ, ഞാൻ ഒരിക്കലും ഓർക്കുന്നു, എൻ്റെ ഒരു മുൻകാല ഒരു സ്നേഹിതൻ കർത്താവിലായി. അദ്ദേഹത്തിൻ്റെ വലിയൊരു അനുഭവം, ഭയങ്കര കടമായിരുന്നു, ബിസിനസ് പ്രോബ്ലത്തിൽ നിന്നാണ് വന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സുവിശേഷങ്ങളൊക്കെ ആയപ്പോഴത്തേക്കിന് ആൾക്കാർ പുള്ളിയോട് പ്രാർത്ഥിക്കാൻ പറയും. പുള്ളിക്കുണ്ടായ ഒരു 2-3 അനുഭവമുണ്ട്. പറഞ്ഞു, ഒരിക്കൽ 11 ലക്ഷം രൂപ കടമുള്ള ഒരാൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഈ ബ്രദർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇദ്ദേഹത്തിന് വേറെ ഒത്തിരി കടം കിടക്കുക, 11 ലക്ഷത്തിൻ്റെ ആ കടം അത്ഭുതകരമായി വിടുതലാകുക. അതേ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷത്തിൻ്റെ ഒരാൾക്ക് വിടുതലാകുമ്പം ഇദ്ദേഹത്തിനും വിടുതലാകുക. അപ്പം പലരും ഇതെല്ലാം തീർന്നിട്ട് ചെയ്യാനിരിക്കുക. പക്ഷേ കർത്താവിൻ്റെ വേലയിൽ മുമ്പോട്ട് നീങ്ങുമ്പോൾ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. മാത്രമല്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു ഗ്യാരൻറ്റി ഉണ്ട്. പല പ്രാവശ്യം ഈ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഇതിനകത്ത് നടക്കത്തില്ല. ഇത് ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഇതിൻ്റെ മധ്യത്തിലൂടെ ഒരു കുഴപ്പമില്ലാതെ വെളി വരും. അത് ആ സമയത്ത് മനസ്സിലാകത്തില്ല. ആ സമയത്ത് നമ്മൾ നിലവിളിക്കും, കരയും, അയ്യോ ഇതെല്ലാം പോയേ. പക്ഷേ വാസ്തവത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ, ഒരാൾ പോലും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ലജ്ജിപ്പാൻ കർത്താവ് സമ്മതിച്ചിട്ടില്ല. താൻ അപ്പുറത്ത് കടന്നിരിക്കും, അപ്പുറത്ത് കടന്നിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അത്ഭുതപ്പെടുന്ന, വെറുതെ ആണല്ലോ ഞാനന്ന് ടെൻഷൻ അടിച്ച്, ഞാൻ വിചാരിച്ചേക്കാളും വലിയ ഒരു വഴി കർത്താവ് അവിടെ ഓൾറെഡി തുറന്നിരുന്നു. സത്യമായിട്ട് പലപ്പോഴും നമ്മൾ വിശ്വാസികൾ പ്രത്യേകിച്ചും അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്നു. എൻ്റെ കാര്യം, യേശു തൻ്റെ സ്വന്തം രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിച്ച ഏറ്റവും വിലപ്പെട്ടത്. ഞാൻ ഈ പുസ്തകം പലപ്പോഴും
സാധാരണ പുസ്തകം വായിക്കുന്ന ലാഘവത്തിലാണ് നമ്മളും വായിക്കുന്നത്. പക്ഷെ ഇത് ദൈവവചനമാണ്, നിങ്ങൾക്കും എനിക്കും വേണ്ടിയും അല്ലേ. ഇതിനകത്ത് പലപ്പോഴും ഇത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനമായിട്ടും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമായിട്ടാണ് വായിക്കുന്നത്. എന്നോട് ദൈവം സംസാരിക്കുന്ന വാക്കായിട്ട് എടുക്കാറില്ല. പണ്ടൊരു തമാശനൊരു വാക്ക് പറയുവേ, കൊരിന്ത്യ ലേഖനം കോഴഞ്ചേരിക്കാർക്ക് എന്തിനാണ്, അങ്ങനെ ഒരു പഴയ ഒരു പറച്ചില്ല. അത് അവർക്ക് പേഴ്സണലാണോ? അപ്പം തന്നെ ഈ സന്തോഷം അതെല്ലാം വരുന്നത് ഒരു എക്സ്പീരിയൻസിലൂടെ. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി പല കാര്യങ്ങളിലൂടെ നമ്മൾ പഠിക്കുക ചെയ്യുന്നത്. ഓരോ അനുഭവവും നമ്മുടെ ഒരു ലെസനാണ്, വറി ചെയ്യരുത്. അതാ ഈ പൗലോസ് പോലും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുമ്പം വൺ തിങ് ഐ ഹാവ് ലേൺഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. ഫോർ ഐ ഹാവ് ലേൺഡ് ഇൻ വാട്ട് എവർ സർക്കംസ്റ്റൻസസ് ഐ ആം ടു ബി കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും ഏത് സർക്കംസ്റ്റാൻസസിലും ഐ ഹാവ് ലേൺഡ് എന്ന് പറയുമ്പം ഞാൻ പഠിച്ചു എന്നാണ് 11-ാമത്തെ വാക്യം. അത് ഫിലിപ്പിയർ 4:11 ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. വൺ തിങ് ഐ ഹാവ് ലേൺഡ്, അത് എടുത്ത് താൻ വീണ്ടും 12-ാമത്തെ പഠിച്ചിട്ടുണ്ടെന്നാണ്. അതാ തൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, എവ്രിവെയർ ആൻഡ് ഇൻ ഓൾ തിങ്സ് ഐ ഹാവ് ലേൺഡ് ടു ബി ഫുൾ ആൻഡ് ടു ബി ഹംഗ്രി, ടു ബി ബോത്ത് അബൗണ്ട് ആൻഡ് ബി സെൻഡ്. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും എല്ലായിടത്തും നടന്ന കാര്യങ്ങളിലും, ഇനിയും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും ഞാൻ ഇനി കുലുങ്ങത്തില്ല. ആ സാഹചര്യത്തെ നേരിടാനുള്ള ഒരു ബലം കർത്താവിൽ നിന്നും എൻ്റെ മേൽ വരുമെന്ന് എനിക്കറിയാം. അതായത് ഇതിനു മുമ്പ് തനിക്കുണ്ടായ അനുഭവങ്ങൾ അതാ ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 2 കൊരിന്ത്യർ 12 തൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ 2 കൊരിന്ത്യർ 24 മുതലുള്ള വാക്യങ്ങളാണ് നമുക്ക് പറയാം. യഹൂദരാൽ ഞാൻ 1 കുറേ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരമെന്ന തിരക്കും ഉണ്ട്. അപ്പോൾ വാസ്തവത്തിൽ താനൊരു സുവിശേഷകൻ, തന്നെ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന അപ്പോസ്തലനാണ്. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ വാസ്തവത്തിൽ തൻ്റെ ഉള്ളിലും ഒരു ചോദ്യം കാണുന്നത്, എനിക്കെന്തിനാണ് ഇതെല്ലാം കൂടെ സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് താൻ 12-ാം അധ്യായത്തിൽ പറയുക, കൺസേണിങ് ദിസ് ഐ ടോൾഡ് ദ ലോർഡ്. ഈ കാര്യങ്ങൾ, ഈ ബലഹീനതയെക്കുറിച്ച്, എന്ന് വെച്ചാൽ എൻ്റെ നിയന്ത്രണത്തിലല്ല ഇതൊന്നും. 12-ാം അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട്, കർത്താവ് ഇതൊന്ന് വിട്ടു നീങ്ങണേ, എന്നാ ഇതൊന്ന് കൺസേണിങ് ഇങ്ങനെ എഴുതി, കൺസേണിങ് ദിസ് ഐ പ്ലീഡഡ് വിത്ത് ദ ലോർഡ് 3 times ദാറ്റ് ദിസ് മേ ഡിപ്പാർട്ട് ഫ്രം മീ. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ മാറണം. പക്ഷേ 8-ാം വാക്യം, അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവിടെ ഇംഗ്ലീഷിൽ കൺസേണിങ് ദിസ് ഐ പ്ലീഡഡ് എന്ന് പറഞ്ഞാൽ ഈ അനുഭവങ്ങളൊക്കെ എന്ന് കർത്താവിനോട് ഒന്ന് ചോദിക്കുന്ന ഒരു ധ്വനിയാണ്. അപ്പം അവിടെയാണ് കർത്താവ് പറയാണ്, എൻ്റെ കൃപ നിനക്ക് മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു, മൈ സ്ട്രെങ്ത്, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. അപ്പോൾ താൻ ഇത് എവ്രിതിങ് ഇൻ ഓൾ തിങ്സ്, എല്ലാ കാര്യങ്ങളിൽ താൻ ഇതെല്ലാം തൻ്റെ ജീവിത ഒരു അനുഭവമായിരുന്നു. വാസ്തവത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ താൻ പറയുന്നുണ്ട്, എൻ്റെ അകത്ത് ഭയമായിരുന്നു. അകത്ത് ഭയം എന്ന് പറയുന്നുണ്ട്. അകത്ത് ഭയം, വെളിയിൽ കോൺഫ്ലിക്റ്റ്. അപ്പം ഞാൻ പലപ്പോഴും അത് വായിക്കുമ്പോൾ ഈ അപ്പോസ്തലന് എന്തിനാ ഭയം വന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ 2008 ആ പ്രതികൂലത്തിലൂടെ പോയപ്പോൾ വാസ്തവത്തിൽ അകത്ത് ഭയമല്ലായിരുന്നു, പ്രാണഭയം എന്ന് പറയാം. സംഭവിക്കും. അപ്പം വാസ്തവത്തിൽ ആ ഭയം നമ്മുടെ മരണത്തിനോ അല്ലെങ്കിൽ നമ്മുടെ പ്രാണനേക്കാളും അധികം സഭയിലെ മക്കൾക്ക് എന്തെങ്കിലും പറ്റുമോ, വലിയ കൂട്ടം അവർ പീഡിക്കപ്പെടുന്നു,
എന്തായി കാരണം അങ്ങനെ ഒരു വ്യാകുലതയും ഭയവും ഒക്കെ അന്ന് മനസ്സിലായില്ല. പക്ഷേ ആ അനുഭവത്തിലൂടെ വെളി വരുമ്പോൾ എന്താ സംഭവിച്ചത്? കുറച്ചുകൂടെ സമാധാനമായി. ഓരോ അനുഭവവും പൗലോസ് പറയാ, ആ വാക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഐ ഹാവ് ലേൺഡ്. ആ അനുഭവത്തിൽ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോഴേ നമ്മൾ ഈ സൈക്കിൾ കയറ്റമൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ആദ്യം അതേ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ പുറകിലൊരാൾ തള്ളിത്തരുമല്ലോ. അപ്പോൾ ഒരു ചെരിഞ്ഞൊക്കെ പോകാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മളോട് ചെരിഞ്ഞ് താഴോട്ട് വീഴും. ഭയങ്കര ഇപ്പം എല്ലാം തീർന്നെന്നൊക്കെ ഓർത്തു പോകും. പക്ഷേ അത് പഠിച്ചു കഴിഞ്ഞപ്പം അതെല്ലാം നമുക്കറിയാം, ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ആ ഒരു ധ്വനിയല്ലേ ഇവിടെ. അതെ അതെ. അപ്പം തൻ്റെ ജീവിതത്തിലെ പാഠം പലപ്പോഴും ചില അനുഭവങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ ആരാണേലും പേടിച്ചു പോവും, ആരാണേലും വ്യാകുലപ്പെട്ടു പോവും. ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, പ്രതിസന്ധിയിലൂടെ പോകുന്ന സമയത്ത് എൻ്റെ 3 കുഞ്ഞുങ്ങളെ ഞാൻ കാണുമ്പോൾ വാസ്തവത്തിൽ ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇവരുടെ ഭാവി എന്തായി തീരുമെന്നൊക്കെ പ്രയാസമായിരുന്നു. അപ്പോഴാണ് കർത്താവിൻ്റെ ആത്മാവിലൂടെ ആ സഹോദരി എന്നോട് സംസാരിക്കുന്നത്, നിൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റേതല്ല എൻ്റേതാണ്, ഭയപ്പെടേണ്ട. പക്ഷെ ഇന്ന് നോക്കിയാൽ വാസ്തവത്തിൽ അന്ന് ആ ടെൻഷനും ഇതുമൊക്കെ എടുത്തത് വ്യർത്ഥമല്ലായിരുന്നോ? കാര്യം കർത്താവ് തൻ്റെ ഉള്ളം കയ്യിൽ ഇവിടെ വരെ കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ പൗലോസ് പറയാണ്, ഈ തൻ്റെ ബലഹീനതയിൽ ശക്തി തികഞ്ഞ് വരുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ താൻ വരുമ്പോൾ വാസ്തവത്തിൽ തൻ്റെ ഒത്തിരി അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാം, എനിക്കൊരു കാര്യം പിടികിട്ടി, എന്നെ ശക്തനാക്കുന്ന, അതാ 13-ാം വാക്യം, എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, മറ്റൊരു രീതിയിൽ അത് പറഞ്ഞാൽ, ഇൻ ഓൾ സർക്കംസ്റ്റൻസസ് ഞാൻ അതിനെ വാഴും, ഞാൻ വ്യാകുലപ്പെടുത്തില്ല. സാഹചര്യം കണ്ടാൽ എനിക്കറിയാം ഈ സാഹചര്യം എൻ്റെ കാൽച്ചോട്ടിൽ തന്നെയാണ്. സാഹചര്യം എന്നെ വാഴത്തില്ല, ഞാൻ ആ സാഹചര്യത്തെ വാഴും. കാരണം ഒരു ശക്തി എന്നിൽ തികഞ്ഞു വരുമെന്ന് എനിക്കറിയാം. എന്നെ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പായി. തൻ്റെ അനുഭവത്തിൽ താൻ പഠിച്ചു. അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഫെയ്ത്ത് അല്ല, വിശ്വാസത്താൽ എനിക്ക് അറിയാവുന്നല്ല, ലേൺഡ്. എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള അനുഭവത്തിലുള്ള പ്രിയമുള്ളവർ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പം ഒരു പക്ഷെങ്കിൽ നിങ്ങളും ചില സാഹചര്യങ്ങളോട് പോകുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച്, ഇത് എന്നെ അവസാനം ഞാൻ തീരുവോ? ഗ്യാരൻറ്റിയോടെ ഒരു കാര്യം പറയാം, കർത്താവിൻ്റെ മുഖത്ത് നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിപ്പാൻ സമ്മതിക്കത്തില്ല. കർത്താവ് പറഞ്ഞ വാക്കാ, ഞാനോ ലോക അന്ത്യത്തോളം എല്ലാ നാഴികയിലും നിങ്ങളുടെ കൂടെ കാണും. വാസ്തവത്തിൽ ഈ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ ആ ബലം പ്രാപിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മസിൽസ്, ഫെയ്ത്ത് മസിൽസ് സ്ട്രോങ് ആകുക മാത്രമല്ല, അതുകൊണ്ടാണ് പൗലോസും പ്രാർത്ഥിക്കുമ്പോൾ പഠിക്കുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ എൻ്റെ ഉള്ളിൽ വസിക്കേണ്ടതിന് ആ വരം എനിക്ക് തരണേ, ആ ഓർമ്മിപ്പിക്കണേ, നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന്. വാസ്തവത്തിൽ സാധാരണ മനുഷ്യർ, എന്നാൽ അസാധാരണമായ ദൈവം അകത്ത് വസിക്കുന്നുള്ള ബോധത്തോടെ നടക്കാൻ പറ്റിയ അനുഭവങ്ങൾ. മോശ തന്നെ ഉദാഹരണമാണ്. മോശ തന്നെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ, ഓരോ പ്രാവശ്യം ഫറോഹൻ്റെ മുമ്പിൽ പോകുമ്പോൾ ഒരു അത്ഭുതം ഉണ്ടാകും, പിന്നെയും അടുത്തത് കാണുമ്പോൾ താൻ ഇതെന്നാന്ന. പക്ഷേ ഓരോ അത്ഭുതം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 20 ലക്ഷം പേരെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വാസ്തവത്തിൽ ദൈവം തന്നോട് സംസാരിച്ചെന്നും താൻ ആ ദൈവത്തിലുള്ള വിശ്വാസത്തെ വർദ്ധിച്ചു വന്നു ഓരോ അനുഭവങ്ങളിലൂടെ. അത് താൻ പഠിക്കുകയായിരുന്നു. ഓരോ അനുഭവം തൻ്റെ തകർച്ചയ്ക്കല്ല, താൻ അതിൽ വളർന്നു കഴിഞ്ഞപ്പോൾ തനിക്കൊരു ബോധ്യമായി, ഈ എന്നെ വിളിച്ച് എന്നെ അയച്ചത് ദൈവമാണ്. സോ ഹി കെയിം ടു അണ്ടർസ്റ്റാൻഡ് റിയലി ഹൂ ഗോഡ് വാസ്. ദൈവത്തെ മനസ്സിലായപ്പോൾ തനിക്ക് മനസ്സിലായി, ഈ പറയുന്ന 20 ലക്ഷം പേരെ കൊണ്ട് മരുഭൂമിയിൽ നടത്താൻ തനിക്ക് പ്രാപ്തിയുണ്ട്. പിന്നീട് കാണുന്നത് 20 ലക്ഷം പേരുമായിട്ട് മുന്നേറുന്ന ഒരു മോശയാണ്. വിക്കുണ്ട്, എല്ലാം ബലഹീനത, പ്രായയുടെ ബലഹീനത ഉണ്ട്, പക്ഷേ തന്നെ അയച്ചത് ദൈവമാണെന്നും നിലനിർത്തുന്നത് ദൈവമാണെന്നും മനസ്സിലായപ്പോൾ ഒരു വലിയ ലീഡറായി മുന്നോട്ട് പോകുന്ന മോശയെ നമുക്ക് കാണാം. സോ വാസ്തവത്തിൽ ഈ ഓരോ അനുഭവങ്ങളും മോശയെ നോക്കിയാൽ, അപ്പോസ്തല പ്രവൃത്തിയിൽ പറയാൻ നല്ല വാക്ക് സാമർഥ്യമുള്ളവൻ, കഴിവുള്ളവൻ ആ മോശ പിന്നീട് തൻ്റെ കഴിവ് കൊണ്ടൊന്നും നടക്കത്തില്ല എന്ന് ബോധ്യമായി മരുഭൂമിയിൽ പോയി എല്ലാം പഠിച്ചു. തൻ്റെ ജീവിത അനുഭവം പഠിക്കുക.
80 വയസ്സായപ്പോൾ തന്നെ കൊണ്ട് പറ്റത്തില്ല എന്നായപ്പം ദൈവം പറയാം, നിന്നെ ഞാൻ അയക്കാൻ പോവാം. അതിൻ്റെ അകത്ത് അത്ഭുതങ്ങളിലും ഈ കാണുന്നതിനകത്ത് തനിക്ക് പിടികിട്ടി, തൻ്റെ പവർ കൊണ്ടോ തൻ്റെ മിടുക്ക് കൊണ്ടോ ഒന്നും അല്ല നടക്കുന്നത്, തന്നെ അയച്ചവൻ ദൈവമാണെന്നുള്ള ബോധ്യമായി. അതുപോലെ തന്നെയല്ലേ പത്രോസ്, നമ്മുടെ പുതിയ നിയമത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു ശക്തനായ ലീഡറായി പത്രോസ് ആ അപ്പോസ്തലൻ മാറുമ്പോൾ, ഈ പത്രോസ് യേശു ഭൂമിയിൽ ആയിരുന്ന സമയത്ത് ഒരു പടകിലവർ യാത്ര ചെയ്യുമ്പോൾ, വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ കൊടുങ്കാറ്റൊക്കെ വന്നപ്പം യേശു അവിടെ കിടന്ന് സുഖമായിട്ട് ഉറക്കുക. പത്രോസാണ് അവിടെ ആകെ ആ സാഹചര്യം ആകെ പ്രശ്നമായി, യേശു എഴുന്നേൽക്കുന്നില്ലേ, ഞങ്ങൾ ചത്തുപോകത്തില്ലേ, ഞങ്ങളെക്കുറിച്ച് വിചാരമില്ല എന്നൊക്കെ പറഞ്ഞ അതേ പത്രോസ് അപ്പോസ്തല പ്രവൃത്തികളിൽ വന്നപ്പോൾ കർത്താവുമായി നടന്ന ആ അനുഭവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ അനുഭവങ്ങളൊക്കെ കിട്ടിയ പത്രോസ് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ പിറ്റേന്നാൾ പത്രോസിനെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുക. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു, പത്രോസിനെ അടുത്ത ഉടനെ കൊല്ലാൻ പോവാണെന്ന് ഹെരോദാവ് അവിടെ എഴുതിയിട്ടുണ്ട് ജയിലറുടെ അവിടെ. എന്നാൽ പത്രോസ് സുഖമായിട്ട് ഉറങ്ങുകയാണ്. അതിൻ്റെ കാരണം യേശു പത്രോസിനോട് പറഞ്ഞിട്ടുണ്ട്, വാർദ്ധക്യത്തിലല്ലാതെ നിന്റെ മരണം നടക്കത്തില്ല. അതാ, നിന്നെ കൈകൊണ്ട് പിടിച്ചു നടക്കുന്ന ആ പ്രായമാകാതെ നിന്നെ തൊടുത്തില്ല എന്ന് തൻ്റെ ഉള്ളിൽ ഉറപ്പുണ്ട്. അതുകൊണ്ട് തനിക്കറിയാം, ഏത് ഹെരോദോ എന്നെ എഴുതി വെച്ചാലും ഇതിൻ്റെ എല്ലാം പിന്നിൽ തന്നെ അയച്ചവനായ ഒരു ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് പറയുമ്പോൾ, ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് നിങ്ങളെ വിടുവിക്കും, ഉയർത്തും, സൗഖ്യമാക്കും എന്ന് വെറുതെ പറയുന്നതല്ല, ഒരു വൈകാരികമായ ഒരു ഇളക്കത്തിന് വേണ്ടി പറയുന്നതല്ല. ഞങ്ങളെ ആരെയാ പ്രസംഗിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ വിധങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഇന്നിവിടെ നിൽക്കുമ്പോൾ പലപ്പോഴും ഒത്തിരി മോശമായ വാക്കുകൾ ഞങ്ങളെക്കുറിച്ച് കേൾക്കാറുണ്ട്. പൈസ ഉണ്ടാക്കാനായിട്ട് പുതിയ പരിപാടിയായിട്ട് നടന്ന ഇതെല്ലാം തട്ടിപ്പ, ഇതെല്ലാം കേൾക്കുമ്പോഴും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആരെയാണ് വിശ്വസിച്ചത്. ഞങ്ങൾക്കറിയാം ഇതൊരു വിളിയാണ്. നിങ്ങളെയും ദൈവം വിളിച്ചതുപോലെ ഇതൊരു വിളിയാണ്, മറ്റുള്ളവരെ രക്ഷിക്കാൻ. ആ രക്ഷ പറയണമെങ്കിൽ ആദ്യമേ ഞങ്ങളത് അനുഭവിക്കണമായിരുന്നു. അത് കർത്താവ് ഞങ്ങളിലൂടെ കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം ഞങ്ങൾ പഠിച്ചു, ഒരു കാര്യം മനസ്സിലാക്കി. ഞങ്ങളുടെ ശക്തി കൊണ്ടല്ല, ഞങ്ങളെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം. അതാ ഈ പൗലോസ് 2 കൊരിന്ത്യർ 3 പറയുന്നുണ്ട്, ഐ എം നോട്ട് സഫിഷ്യന്റ് ഇൻ മൈസെൽഫ്, ഞാൻ എന്നിൽ തന്നെ എനിക്ക് കഴിവൊന്നുമില്ല, ബട്ട് മൈ സഫിഷ്യൻസി ഈസ് ഫ്രം ഹിം, എൻ്റെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനം. അപ്പോൾ അതിലാണ് ഞങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രശംസിക്കാനായിട്ട് ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി വ്യാപരിപ്പിച്ചു എന്നൊന്നും പറയാനായിട്ടില്ല, ഒന്നുമില്ല. ഞങ്ങൾ വാസ്തവത്തിൽ ദൈവപ്രവൃത്തി കണ്ട് ആനന്ദിക്കുക ചെയ്യുന്നത്. കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഇത് ഞങ്ങളല്ല, യേശുവാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങളെ ഒന്ന് നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണ് മനസ്സിലായത്? ഇന്ന് എന്തിനാ ധൈര്യത്തോടെ പറയുന്നത്? ഐ ഹാവ് ലേൺഡ് ഇൻ എവറിത്തിങ്, ഇൻ ഓൾ തിങ്സ്, എവറിവെയർ, ഇൻ ഓൾ തിങ്സ്. തങ്കബ്രദറെ, ഈ പൗലോസ് ശ്ലീഹ അവിടെ ആദ്യം തങ്കബ്രദർ വായിച്ചു വാക്യം, ഞാൻ ബുദ്ധിമുട്ടിലിരിക്കാനും താഴ്ചയിലിരിക്കാനും എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ പൗലോസ് ശ്ലീഹ ഒരു ജയിലിൽ കിടന്നുകൊണ്ടത് എഴുതും. അതെ, അപ്പം അതും ജയിലിനകത്ത് കിടക്കുമ്പം ഈ വിശ്വാസികൾ ഒരു കത്തെഴുതിയിരിക്കുക, അതെ, നീ ജയിലിലും ഞങ്ങൾ എല്ലാം കർത്താവിൽ വിശ്വസിച്ചിരിക്കുമ്പോൾ നിൻ്റെ എല്ലാ കാര്യവും ശരിയാകും എന്നൊക്കെ പറഞ്ഞാണല്ലോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോസ്തലൻ തന്നെ ജയിലിൽ കിടക്കുക. അപ്പോൾ ആ ജയിലിൽ കിടന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്ന 4-ാം അധ്യായം എഴുതുമ്പോൾ അതിൻ്റെ 4 വാക്യത്തിൽ പറയാണ്, റിജോയ്സ്, അഗെയിൻ ഐ സേ റിജോയ്സ്. ഫിലിപ്പിയർ 4:4 സന്തോഷിപ്പീൻ, എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ. എന്നിട്ട് പറയാണ്, ബി ആങ്ഷ്യസ് ഫോർ നത്തിങ്, നിങ്ങൾ ഒന്നിനും കുറിച്ചും വ്യാകുലപ്പെടരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് താൻ പറയുന്നത്. ഇതെല്ലാം ഞാൻ പറയുന്നതിൻ്റെ കാരണം ഞാൻ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വ്യാകുലപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിവീൻ. അപ്പോൾ അത് പൗലോസ് ചെയ്ത കാര്യം അങ്ങനെ പറയുന്നതേ ഉള്ളൂ, ജീവിതത്തിൽ അനുഭവിച്ചതാ. അതെ, ഈ പ്രശ്നമൊക്കെ വരുമ്പോൾ പറയൊന്നും വേണ്ട, പതുക്കെ കർത്താവിനെ അറിയിച്ചാൽ മതി. അതാ ഈ ഫിലിപ്പിയർ 4-ാം അധ്യായത്തിൻ്റെ ഒരു ബ്യൂട്ടി. അതാ താൻ അവിടെ നിന്നുകൊണ്ട് സ്തുതിക്കാൻ പറയുക. എന്തനുഭവം ഉണ്ടെങ്കിലും റിജോയ്സ്, അഗെയിൻ ഐ സേ റിജോയ്സ്. ഒന്നിനെക്കുറിച്ച് വ്യാകുലപ്പെടരുത്, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യം സ്തോത്രത്തോടെ അവനെ അറിയിപ്പീൻ. വാസ്തവത്തിൽ താൻ മുഖാന്തരമായി ഇവിടെ സഭ ഉണ്ടായി. സഭയിലെ ആൾക്കാർ ചോദിക്കുക, എടാ നിനക്കെന്തിനാ ഇത് ഭവിച്ചത്, നീ എന്തിനാ ഇതിന് കർത്താവിൽ ജയമാന്ന് പറഞ്ഞ ആള് ഇപ്പോൾ കിടക്കുക. അപ്പോൾ അതാ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന്
അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്കപേരും എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. അതെ, അപ്പോൾ അതിനകത്ത് 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ബട്ട് ഐ വോണ്ട് യു ടു നോ ബ്രദറൻ ദാറ്റ് ദ തിങ്സ് ദാറ്റ് ഹാവ് ഹാപ്പൻ ടു മീ ഹാവ് ആക്ച്വലി ടേൺഡ് ഔട്ട് ഫോർ ദ ഫർദറൻസ് ഓഫ് ദ ഗോസ്പൽ. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ തിരിഞ്ഞു എന്നാ. അതായത് അവർ പിടിച്ചിട്ടത് സുവിശേഷം നിർത്താനാണ്. പക്ഷേ എൻ്റെ ഒടയവൻ അറിയാം അവിടെ കുറച്ച് പേര് രക്ഷിക്കാനുണ്ടായിരുന്നു. ഈ പാലസ് ഗാർഡ്സിനെ ഒക്കെ രക്ഷിക്കണം, അകമ്പടി പട്ടാളക്കാരെയൊക്കെ രക്ഷിക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പം നിൽക്കുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നെ ജയിലിൽ പേടിച്ചൊന്നും ഇട്ടതല്ല. ഈ ജയിലിൽ എനിക്കൊരു ദൗത്യമുള്ളതാണ്. ഈ ജയിലിനൊന്നും എന്നെ നിർത്താൻ പറ്റത്തില്ല. ഇത് സാധാരണ പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആ സാഹചര്യം തന്നെ വാഴുന്നില്ല, തൻ്റെ പദ്ധതിയിലേക്ക് ഈ സാഹചര്യം കൂടെ വന്ന് താൻ അതിനെ വാഴും. അതാ, അപ്പം അങ്ങനെ സാഹചര്യങ്ങളെ വാഴുമ്പോൾ ആണ് ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാണ്, സർവ്വബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ മനസ്സുകളെയും ഹൃദയത്തെയും വാഴട്ടെ. സമാധാനം വാഴുക. അപ്പം സാഹചര്യമല്ല വാഴുന്നത്, എൻ്റെ മനസ്സിലെ ചിന്തകളെയും എൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളെയും എൻ്റെ ദൈവം, എനിക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിന് സർവ്വബുദ്ധിയും കവിയുന്ന ഒരു സമാധാനം എൻ്റെ അകത്ത് വന്നു. ആ സമാധാനം വരാൻ കാരണം ഞാൻ പഠിച്ചു ഒരു കാര്യം, ഏതവസ്ഥയിലാണേലും കൈവിടാതെ ഉള്ളം കൈ എന്നെ വഹിച്ചുകൊണ്ടാണ്. അതാ ഈ 7-ാം വാക്യം പറയുന്നത്, ആൻഡ് ദ പീസ് ഓഫ് ഗോഡ് വിച്ച് സർപാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ് വിൽ ഗാർഡ് യുവർ ഹാർട്ട് ആൻഡ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലും മനസ്സിലും വേണ്ടാത്ത ഒരു വ്യാകുലം വരുത്തില്ല. പീസ് ദറ്റ് സർപാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. കാര്യം എന്നാ, ഞാൻ കഴിഞ്ഞ നാളിൽ പഠിച്ചു, എന്നെ ശക്തനാക്കുന്ന, എനിക്കൊരു പ്രിപ്പറേഷൻ ഇല്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇതായിരിക്കും പറയാൻ പോകുന്നത്, അതുകൊണ്ട് അത് കാണാൻ പഠിക്കാം. ഐ എം ഇൻ ദ പെർഫെക്റ്റ് പ്ലാൻ ഓഫ് ഗോഡ്. ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ ഈ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്ന മുഴുവൻ കാര്യവും താൻ അനുഭവത്തിൽ കൂടെ പോയി പഠിച്ച് അപ്പോൾ തന്നെ കർത്താവിൽ നിന്ന് കേട്ട് അതിൻ്റെ ഒരു എസൻസാണ് തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത്. ജയിലിൽ കിടന്നുകൊണ്ട് പറയാം, ഒന്നും പേടിക്കണ്ട, നിങ്ങളും വിചാരപ്പെടണ്ട. ഞങ്ങളിന്ന് നിങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും യേശു കർത്താവിനെ ഓരോ അനുഭവങ്ങളിൽ കൂടെ രുചിച്ചറിഞ്ഞ് സൗഖ്യങ്ങളായി, വിടുതലായി, അങ്ങനെ വന്ന ശുശ്രൂഷയിൽ വന്ന പീഡനങ്ങളിൽ കൂടെ കടന്നുപോയി. ഇന്നിവിടെ ഈ 2012 നിൽക്കുമ്പോൾ ഒന്നുകൂടെ കർത്താവിനെ ആഴത്തിൽ അറിഞ്ഞിട്ടാണ് പറയുന്നത്, ഒന്നും പേടിക്കണ്ട, ഇത് രോഗമാണോ പ്രയാസമാണോ, അത്ഭുത വിടുതലുണ്ട്. ജീവിതത്തിൽ വലിയ വിഷയത്തിലാണോ നിൽക്കുന്നത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ ഒന്നും നിങ്ങളുടെ കപ്പൽ മുങ്ങത്തില്ല, വിടുതൽ. അതാ വേദപുസ്തകത്തിലെ മനോഹരമായ 2-3 വാഗ്ദത്തങ്ങളുണ്ട്. ഒന്ന്, നീ തീയിലൂടെ പോയാൽ അത് നിന്നെ ദഹിപ്പിക്കത്തില്ല, വെള്ളത്തിലൂടെ കടന്നു പോയാൽ അത് നിന്നെ മുക്കത്തില്ല. യെശയ്യാ പ്രവചനത്തിൽ മറ്റൊരു വാഗ്ദത്തമുണ്ട്, ബിഹോൾഡ് ഐ ആം യുവർ ഗോഡ്, ഞാനാ നിന്നെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാനാ നിൻ്റെ ദൈവം, നീതിയുള്ള എൻ്റെ വലം കരങ്ങളാൽ ഞാൻ നിന്നെ താങ്ങും. അതിൻ്റെ ഇംഗ്ലീഷിൽ ഐ വിൽ അപ്ഹോൾഡ് യു എന്നാണ്, ഹോൾഡ് യു അപ്പ്, നിന്നെ ഉയർത്തിപ്പിടിക്കും. അതുകൊണ്ട് പ്രിയമുള്ള ഒരു കാര്യം ഉറപ്പിച്ചോണം, യേശു നിങ്ങളുടെ കർത്താവാണോ, അത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. അതാ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അവസാനം പറഞ്ഞു വരുന്നത്, ആകയാൽ ഞങ്ങൾ എന്നാ പറയേണ്ടത്, ദൈവം തൻ്റെ പുത്രനെ പോലും മാനിക്കാതെ നമുക്ക് തന്നെങ്കിൽ അവനോട് കൂടെ സകലതും സൗജന്യമായി തരും. അതാ എസൻസ് ഓഫ് ദ ഹോൾ ഗോസ്പൽ. യേശു തന്നെങ്കിൽ ഇതിനേക്കാളും വലുതൊന്നും ഇല്ലെന്ന് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകും. എല്ലാം ഭയവും എല്ലാം അകത്തുള്ള വ്യാകുലതയും മാറിപ്പോയി ഒരു ക്രിസ്തു യേശുവിൽ ഒരു ജയാളിയായി കൊടഞ്ഞെഴുതി നിൽക്കുന്ന ഒരു അനുഭവം ഇന്ന് പ്രഭാതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. വാസ്തവത്തിൽ വാഴ്ചയ്ക്കാണ് നിങ്ങളെയും എന്നെ വിളിച്ചിരിക്കുന്നത്. സാഹചര്യം നോക്കരുത്, അതിൻ്റെ മേൽ വാഴുന്നവരായി യേശു ക്രിസ്തുവിൽ നിങ്ങളായി തീരണം. നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു മുഖാന്തരം ജയം തരുന്ന കർത്താവിന് സ്തോത്രം. കർത്താവ്, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അവരുടെ വായിൽ നിന്നും ജയത്തിൻ്റെ വാക്കുകൾ, ജയത്തിൻ്റെ ആ ഘോഷം ഭവനങ്ങളിൽ, വ്യക്തിഗത ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിരാശപ്പെടുത്തുന്ന, അവരെ തകർക്കാൻ നോക്കുന്ന ഉള്ളിലുള്ള സങ്കല്പങ്ങളും വിചാരങ്ങളും പൊട്ടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തു യേശുവിൻ്റെ വാക്കിനാൽ അതിലാശ്രയിച്ചുകൊണ്ട് എല്ലാം കോട്ടകളെ ഞങ്ങൾ ഇടിച്ചു കളയുന്നു.
മനസ്സിലായാണ്. രോഗി പഴകിപ്പോയി, ഇനി ശരിയാകത്തില്ല എന്ന് ആ തോന്നൽ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അടിപ്പിണ്ടറുകളാൽ സൗഖ്യമാകട്ടെ. എൻ്റെ കാര്യങ്ങളൊക്കെ വാഗ്ദത്തങ്ങളൊക്കെ നല്ലതായിരുന്നു, സമയം പോയി, ഇനി അത് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ കോട്ട പൊട്ടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എല്ലാം എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കും. അനുഗ്രഹം അനുഭവിക്കാനാണ് ഞാൻ വിളിക്കപ്പെട്ട് എന്ന് പറഞ്ഞ് ജയോത്സവത്തോടെ കൊടഞ്ഞെഴുന്നേൽക്കുവാൻ ഈ പ്രഭാതത്തിൽ കർത്താവ് സഹായിക്കും. സോ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. കർത്താവെ, ചില വ്യക്തികൾ കടത്തിലാണ്, എന്നാൽ കടത്തേക്കാൾ ഉപരി അതിനെക്കുറിച്ചുള്ള ആധിയും ഭയവും അവരെ വാഴുന്നു. ആ വാഴ്ച വിട്ടുപോയിട്ട് ക്രിസ്തുവിൻ്റെ സമാധാനം അവരെ വാഴട്ടെ. രോഗഭയം വിട്ടുമാറട്ടെ, മരണഭയം വിട്ടുമാറട്ടെ. ഒരു വലിയ ക്രിസ്തുവിൻ്റെ സമാധാനം അവരെ വാണ്. രോഗബന്ധനങ്ങൾ അഴിയട്ടെ, കടബാധ്യതകൾ മാറിപ്പോകട്ടെ, കുഞ്ഞുങ്ങൾ വഴിതെറ്റിയ കുഞ്ഞുങ്ങൾ മടങ്ങി വരട്ടെ. കർത്താവെ, ജോലിക്കാർ, കർഷകർ, വിദ്യാർത്ഥികൾ, ഞങ്ങളെ കേൾക്കുന്ന ആരായാലും യേശു കർത്താവിൻ്റെ അത്ഭുതകരം തുടങ്ങുന്നതിനെ സ്വത്രം. ഹോസ്പിറ്റൽ കിടക്കകളിൽ ദൈവശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നു. പിതാക്കന്മാരിൽ നിന്ന് രോഗബന്ധനങ്ങൾ അഴിയുന്നു. ഇപ്പോൾ തന്നെ ചില പാരമ്പര്യ രോഗങ്ങൾ എനിക്ക് മാറത്തില്ല എന്ന് പറഞ്ഞ് മനസ്സിനകത്ത് ആ സെറ്റായിട്ടുള്ള ചിന്തകൾ ഇപ്പോൾ തന്നെ മാറിയിട്ട് അത്ഭുത സൗഖ്യമാകട്ടെ എന്ന് നിങ്ങളെ കൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സർവ്വബുദ്ധിയും കവിയുന്ന സമാധാനം ഞങ്ങൾ ഓരോരുത്തരുടെ മേലും വാഴട്ടെ. യേശുവാ ഞങ്ങളുടെ കർത്താവ് എന്ന് പ്രഖ്യാപിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. വീണ്ടും കാണും വരെ കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Dr. Matthew Kuruvilla in London, December 13 and 14, Saturday and Sunday. Time 10 a.m. to 2 p.m. Worship, healing and deliverance meeting. Town Farm Primary School, St. Mary's Crescent, Staines, Middlesex. Dr. Matthew Kuruvilla in Croydon, December 13, Saturday. Time 6 to 10 p.m. Healing and Deliverance Meeting. Croydon Tabernacle, 3840 Parsons Mead, West Croydon. प्रेम की परिभाषा को प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे